ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഒരുപാട് കാലമായി നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അവർക്ക് ഒരുപാട് വർക്കുകൾ കിട്ടുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ 10 വർഷമായിട്ട് സംജാതമായിട്ടുണ്ട്. നേരത്തെ ഒരു ഏജൻസിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വർക്കുകളുടെ മൊത്തം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മൊത്തം എമൗണ്ട് ഫിക്സഡ് ആയിരുന്നു. ഇപ്പോൾ അത് വലിയ രീതിയിൽ എക്സീഡ് ചെയ്യുന്ന തരത്തിൽ ഇതൊരു കുത്തകയായി മാറുന്ന തരത്തിലുള്ള അനുഭവം ഉണ്ട് എന്നുള്ളതാണ് പൊതുവുള്ള നിരീക്ഷണം. അതുകൊണ്ട് തന്നെ ഊരാളുങ്കൽ അടക്കമുള്ള ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് അറ്റ് എ ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വർക്കുകളുടെ മൊത്തം തുക എത്രയാണ് എന്നുള്ളത് കൃത്യതയോടുകൂടി ഒന്നുകൂടി നിജപ്പെടുത്തുമോ, അത് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ക്രമീകരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം. സർ, ആദ്യം ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കൊക്കെ വർക്ക് കൊടുക്കുമ്പോൾ ലിമിറ്റ് ഉണ്ടായിരുന്നു. 25 കോടി, 50 കോടി, 100 കോടിയാക്കി. 2001 പിന്നെ 200, 300 ആയി. പിന്നെ 2020-22 ആയപ്പോൾ 500 കോടിയായി. ഇപ്പോൾ 22 ശേഷം അൺലിമിറ്റ് ആയി. എത്ര കോടി രൂപേന് വർക്ക് എടുക്കാന്നുള്ള ഒരു ഇതിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊന്ന് ഗൗരവമായി ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അതിനൊരു തീരുമാനമുണ്ടോ. ഊരാളുങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറ്റ് എ ടൈം എടുക്കാൻ പറ്റുന്ന വർക്കുകളുടെ എമൗണ്ടുമായി ബന്ധപ്പെട്ട് 2018 തന്നെ ഒരു CAG റിപ്പോർട്ട് ഉണ്ടായിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു ED അന്വേഷണവും ഊരാളുങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നതായി പത്രവാർത്തകൾ കണ്ടിട്ടുണ്ട്. ഈ അറ്റ് എ ടൈം കുറേയധികം വർക്കുകൾ ഹോൾഡ് ചെയ്ത ഒരു കമ്പനിയാണ് ഊരാളുങ്കൽ എന്ന് മൊത്തത്തിൽ പറയപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനുള്ളിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ എത്ര രൂപയുടെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് എന്നും അവരുടെ സബ്സിഡറി കമ്പനി, കാരണം ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയത് ഊരാളുങ്ങളുടെ സബ്സിഡറി കമ്പനിയായ ഇവന്റ് മാനേജ്മെന്റ് ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ സബ്സിഡറി കമ്പനികൾ മുഖേനയും എത്ര കോടി രൂപയുടെ വർക്കുകൾ കൊടുത്തിട്ടുണ്ടെന്നും ഇതിൽ എത്ര കോടി രൂപയുടെ വർക്ക് ടെൻഡർ മുഖേന കൊടുത്തിട്ടുണ്ടെന്നും ടെൻഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതും ഒന്ന് വ്യക്തമാക്കാം. വിശദമായി ഒന്ന് മറുപടി പറയണമെങ്കിൽ അത് അടുത്ത് ബന്ധപ്പെട്ട അംഗത്തെ അറിയിക്കാം. പിന്നെ ഈ കോൺട്രാക്ട് ഇല്ലാതെ ഇപ്പോൾ ULCCയിൽ നിലവിൽ നോൺ PMC കൺസൾട്ടൻസി ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനാൽ 1 കോടി രൂപ വരെയുള്ള വർക്ക് അവർക്ക് നോമിനി ആയിട്ട് വർക്ക് അവാർഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു സംവിധാനം. മറ്റു കാര്യങ്ങൾ പിന്നീട്. സാധാരണയായി നമ്മളൊരു കോൺട്രാക്ട് കമ്പനിക്ക് നൽകുന്ന എല്ലാ സൗകര്യങ്ങളും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കിട്ടുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ പ്രീ ക്വാളിഫിക്കേഷൻ അടക്കമുള്ള ചില കാര്യങ്ങളിൽ നിബന്ധനകളിൽ ഇളവ് നൽകി ഊരാളുങ്കൽ സൊസൈറ്റിയെ അമിതമായി സർക്കാർ സഹായിച്ചതായി കരുതുന്നുണ്ടോ? ഈ പ്രീ ക്വാളിഫിക്കേഷനിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. മറ്റുള്ള കരാറുകാർക്കുള്ള പ്രീ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും. പക്ഷേ അവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ അവരെ ടെൻഡർ അംഗീകരിക്കില്ല. നേരെ മറിച്ച് ഇവർക്ക് നിബന്ധനയിൽ ഇളവ് നൽകിയതുകൊണ്ടാണ് ഊരാളുങ്കൽ സൊസൈറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം ഒന്ന് പരിശോധിക്കണം. ഊരാളുങ്കൽ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ മണ്ഡലത്തിൽ ഇപ്പോൾ നാദാപുരത്ത് ഉൾപ്പെടെ ഒരുപാട് വർക്കുകൾ എടുക്കുകയാണ്. പക്ഷേ വർക്കുകളൊന്നും നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ മേഖലയിലും ഉണ്ട്. അങ്ങയുടെ PWD മാത്രമല്ല, ഇപ്പോൾ നാട്ടിലെ ഫെൻസിങ് ഉൾപ്പെടെ അവർ എടുക്കുകയും 10-17 കിലോമീറ്റർ ഏറ്റെടുത്ത് അങ്ങനെ നിൽക്കുകയാണ്, നിശ്ചലമായി നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ കാലതാമസം കൊണ്ട് വലിയ നഷ്ടം കേരളത്തിന്റെ ഖജനാവിനടക്കം ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ സംസ്ഥാനത്തിന് സംഭവിക്കുന്ന നഷ്ടം ഇവരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കുമോ, അതോടൊപ്പം ഇവർക്ക് വഴിവിട്ട രീതിയിൽ ഏതെങ്കിലും വർക്കുകൾ കൊടുക്കുന്ന അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ കാലതാമസം കാര്യങ്ങളൊക്കെ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കാം. വൈവിട്ട് വർക്കുകൾ കൊടുത്തത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നിരുന്നാലും ഇവിടെ വന്ന ചോദ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വർക്ക് നോമിനി ആയിട്ടോ അല്ലെങ്കിൽ വൈവിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രത്യേക മുൻഗണന നിലവിൽ ഇല്ല. എന്നാൽ പൊതുമരാമത്ത് സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ദേശീയപാതാ പ്രവൃത്തികളിൽ മേൽ സൂചിപ്പിച്ച സർക്കാർ ഉത്തരവുകൾ ബാധകമാണ്. B. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. PWD മാനുവൽ, SPD കണ്ടീഷൻ എന്നിവ അനുസരിച്ചാണ് ഇവ നടപ്പിലാക്കുന്നത്. C. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതായി ക്വാളിറ്റി കൺട്രോൾ മാനുവൽ അവലംബിച്ചു വരുന്നു. ഗുണനിലവാര പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. പ്രവൃത്തികളുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുന്നതാണ്. സർ, ഊരാളുങ്കൽ സൊസൈറ്റി വഴി നിർമ്മിക്കുന്ന
പ്രവൃത്തികളുടെ നിർമ്മാണ മേൽനോട്ട ചുമതല അവരുടെ സ്വന്തം എഞ്ചിനീയർമാർക്കാണോ? പൊതുമരാമത്ത് വകുപ്പിന്റെ നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന് വ്യക്തമാക്കാമോ? ഇല്ലെങ്കിൽ ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെങ്കിലും വകുപ്പിന്റെ കർശന നിരീക്ഷണവും ഉറപ്പുവരുത്താമോ എന്ന് ചോദിക്കുന്നു. സർ, സാധാരണ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ നിരീക്ഷണം ഒക്കെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള എഞ്ചിനീയർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും, കരാറുകാർ അവരുടെ കോൺട്രാക്ടർമാർ അവർ എഞ്ചിനീയർമാരെ സൈറ്റിൽ വെക്കുന്നുണ്ടാവും. പക്ഷേ ഔദ്യോഗികമായിട്ട് എല്ലാ കാര്യങ്ങളും പൊതുമരാമത്ത് വകുപ്പ് ആണ് നിരീക്ഷിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാറേ, ഊരാളുങ്കൽ സൊസൈറ്റി വഴി നിർമ്മിക്കുന്ന ചില പദ്ധതികളിൽ ചെലവ് വർധനയും കാലതാമസവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പ്രസ്തുത സൊസൈറ്റി ഏറ്റെടുക്കാറുണ്ടോ? ആയതുമൂലം സർക്കാരിന് ഉണ്ടാകുന്ന നഷ്ടം സൊസൈറ്റിയിൽ നിന്നും ഈടാക്കാൻ നടപടി സ്വീകരിക്കുമോ? കാലതാമസം അങ്ങനെ പറയാൻ പറ്റില്ല. സാധാരണ ഒരു എഗ്രിമെന്റ് കാലാവധി ഉണ്ട്. ആ കാലാവധിക്കകം പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കും, അത് ഫൈനോട് കൂടി കൊടുക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ. എവിടെയെങ്കിലും വർക്കിന് ബുദ്ധിമുട്ട് പ്രയാസം നേരിട്ടുണ്ടെങ്കിൽ അതിന്റെ എഗ്രിമെന്റ് കണ്ടീഷൻ പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. സർ, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ 165 പ്രവൃത്തികളിൽ റോഡ് വിഭാഗത്തിൽ 61 പ്രവൃത്തികളാണ് ഉള്ളത്. 46 പ്രവൃത്തികൾ കിഫ്ബി പ്രവൃത്തികളാണ് സർ. കൈവശമുള്ള പ്രവൃത്തികളിൽ ഭൂരിഭാഗം പ്രവൃത്തികളും അവിടുത്തെ കോഴിക്കോട് ജില്ലയിലാണ് നടക്കുന്നത്. ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 165 പ്രവൃത്തികളിൽ 40ഓളം പ്രവൃത്തികൾ മന്ദഗതിയിലാണ്. കാരണം അവർക്ക് വർക്കിലോട് കൂടി. മുമ്പ് ഒരു ഏരിയ മാത്രം, ഇപ്പോൾ കാസർഗോഡ് മുതൽ പാറശാല വരെ എല്ലാവിധ പ്രദേശങ്ങളിലും വർക്ക് നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അവിടെ പ്രവർത്തനങ്ങളിൽ വർക്കുകളിൽ ഒരു മന്ദീഭവനം വന്നിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ അവിടെ ബന്ധപ്പെട്ട അതിന്റെ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഭാരവാഹികളെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ഈ പ്രവൃത്തി വളരെ വളരെ മന്ദഗതിയിലായതുകൊണ്ട് പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ സി ആർ മഹേഷ്. സർ, ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അംഗീകരിച്ച എസ്റ്റിമേറ്റ് തുക ക്രമവിരുദ്ധമായി പിന്നീട് വർദ്ധിപ്പിച്ച് കൂടുതൽ തുക സൊസൈറ്റിക്ക് അനുവദിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാമോ? അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. ശ്രീ ദീപക് ജോയ്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തദ്ദേശീയരായ തൊഴിലാളികൾക്ക് ആവശ്യമായ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതി പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമാക്കാമോ? തദ്ദേശീയ ആളുകൾക്ക് ജോലി ലഭിക്കുന്നില്ല എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം അന്വേഷിക്കുന്നതാണ്. ഇവർക്ക് നമ്മുടെ ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കൊക്കെ ഈ ഇളവ് കൊടുക്കുന്നത് നാട്ടിലെ ആളുകൾക്ക്, തൊഴിലാളികൾക്ക് ജോലി ലഭ്യമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതിപ്പം നമ്മൾ ഇവർക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ല, പെർഫോമൻസ് ഗ്യാരണ്ടി ഇല്ല, ടെൻഡറിൽ 10% ഇളവ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണെങ്കിൽ തന്നെ ഈ പ്രൈസ് ഡിഫറൻസിന് പൊതുമരാമത്ത് വകുപ്പിന്റെ ഇതിൽ 140 കോടി രൂപ അവർക്ക് ലാഭം. മറ്റുള്ള കരാറുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അത്രയും നഷ്ടം സർക്കാർ സഹിക്കുന്നുണ്ട്. 140 കോടി രൂപ കഴിഞ്ഞ കാല പ്രവൃത്തികളിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ ഒരു കണക്ക് പ്രകാരം അങ്ങനെയാണ്. ശ്രീ എഫ് രാജ. സർ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കിഫ്ബിയുടെ മുഖാന്തരം പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള എത്ര പദ്ധതികൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയിട്ടുണ്ട്? അവയുടെ പ്രവർത്തനം പുരോഗതി വ്യക്തമാക്കുമോ സാർ? ഇത് ടെൻഡറിൽ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, അവർ നേരിട്ട് ടെൻഡർ കോട്ട് ചെയ്തിട്ട് ലോവസ്റ്റ് ആയിട്ട് വന്നതുണ്ട്. ചിലത് ലോവസ്റ്റ് ആയിട്ട് ചെയ്ത ടെൻഡറിൽ പെർസെൻറ്റേജിന്റെ ഡിഫറൻസ് വരുമ്പോൾ 10% അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ 46 പ്രവൃത്തികളാണ് കിഫ്ബി മുഖാന്തരം അവർക്ക് ലഭിച്ചിട്ടുള്ളത് പ്രൈസ് ഡിഫറൻസിൽ. ശ്രീ ബി മുരളീധരൻ. പൊതുമരാമത്ത് വകുപ്പിന്റെ പല പണികളും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ബിറ്റുമെന്റെ വില വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം പരാമർശിക്കപ്പെട്ടിരുന്നു. ഇതിന് പരിഹാരം എന്നുള്ള നിലയിൽ ബിറ്റുമെന്റെ വർദ്ധിച്ച വിലയുടെ പശ്ചാത്തലത്തിൽ കരാറുകാർക്ക് ആ വില കൂട്ടിക്കൊടുക്കാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ട് എന്താണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ ആലോചന? ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യൻ യുദ്ധം വന്നതിന് അടിസ്ഥാനത്തിൽ ടാറിന്റെ വില കൂടിയിട്ടുണ്ട്. അതിപ്പം ഒരു ടണ്ണിന് ഞാൻ കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞിരുന്നു, ഒരു ടണ്ണ് 54,000 റുപ്യായിരുന്നു എഗ്രിമെന്റൊക്കെ വെച്ച സമയത്ത്. ഇപ്പോൾ 96,000 റുപ്യാണ് ഒരു ടണ്ണ് ടാറിന്. അതിന്റെ ഒരു പ്രയാസമുണ്ട്. പക്ഷെ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ
ആ പ്രൈസ് ഡിഫറൻസിന്റെ കാര്യം പരിഗണിക്കുന്നുണ്ട്. ശ്രീ എം വിൻസെന്റ്. സർ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ എസ്റ്റിമേറ്റുകൾ അവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റുകൾ അവർ തന്നെയാണ് തയ്യാറാക്കുന്നതെന്നൊരു സംസാരം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. സാർ, മറ്റു പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റും ഇവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റും തമ്മിൽ വലിയ അന്തരമുണ്ടോ? അത് പരിശോധിക്കാൻ പ്രത്യേകമായ ഒരു അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാവുമോ? സർ, അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ല. ഏതാനും ഇവിടെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ അക്കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കാം. ശ്രീ കെ ബി സുമേഷ്. നിർമ്മാണ മേഖലയിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതാണ് ഊരാളുങ്കൽ സൊസൈറ്റി. NHAയുടെ ഒരു റീച്ച് കാസർഗോഡ് സമയബന്ധിതമായി പൂർത്തീകരിച്ചതും കോഴിക്കോട് തൊണ്ടയാട് രാമനാട്ടുകര മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിൽ 6 കോടി രൂപയോളം തിരികെ ബാക്കിവൻ സർക്കാരിനെ ഏൽപ്പിച്ചതുമായിട്ടുള്ള ഈ മാതൃകാപരമായ കാര്യം വകുപ്പിന്റെ ശ്രദ്ധയിലുണ്ടോ എന്നാണ് സർ ചോദ്യം. ബഹുമാനപ്പെട്ട അംഗം, ആദ്യം NHAന്റെ വർക്ക് നന്നായി നടത്തി, അത് കേന്ദ്രത്തിനെ പ്രീണിപ്പിച്ചു. നമ്മളെ നാട്ടിലെ വർക്കൊന്നും ഭംഗിയായിട്ട് നടന്നില്ല. അതാണ് ഇപ്പോൾ അതിൻ്റെ ചെറിയ വിഷയം. പിന്നെ ആണെങ്കിൽ അവർ ആദ്യം നല്ല ക്വാളിറ്റി വർക്കായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരും ഊരാളുകളുടെ പിന്നാലെ പോയത്. വർക്കിനോട് കൂടി ഇപ്പം അവരുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാം. ശ്രീ മുഹമ്മദ് ഷിയാസ്. സർ, എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയൊരു ദുരിതമായിരുന്നു ചെല്ലാനം കടൽഭിത്തിയുടെ നിർമ്മാണം. ആ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. 12 കിലോമീറ്റർ ചുറ്റളവിൽ നിർമ്മിക്കേണ്ട ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചു വന്നപ്പോൾ 7.2 കിലോമീറ്ററായി അത് മാറുകയുണ്ടായി. അതിൽ തന്നെ 650 മീറ്റർ ഈ പറയുന്ന ടെട്രോപോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഭാഗികമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കടൽ കയറുകയും ചെയ്യുകയാണ് ആ പ്രദേശത്ത്. അപ്പോൾ അതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഊരാളുങ്കൽ സൊസൈറ്റി അവർ തീരുമാനിക്കുന്ന എസ്റ്റിമേറ്റും അവർ തീരുമാനിക്കുന്ന നിർമ്മാണ കൂലിയുമാണ് സർക്കാർ നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമോ? രണ്ടാമത്തെ റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി സർക്കാർ നേരിട്ടൊരു ഗവൺമെന്റ് ഓർഡറിലൂടെ അവർക്ക് തന്നെയാണ് വർക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ ആക്ഷേപമുണ്ടാകുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം കൊടുക്കുമോ എന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട അംഗം സിയാസ്, അതിൻ്റെ വകുപ്പിലല്ല, ഇറിഗേഷനാണ്. ഏതാനും ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്താം. ശ്രീ ബി ജോയ്. സർ, ഈ ഊരാളുങ്കൽ സൊസൈറ്റിയെ സംബന്ധിച്ച് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. അങ്ങയുടെ ശ്രദ്ധയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ, കുറവ് വന്നതായിട്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ജോയി കോൺട്രാക്ട് അസോസിയേഷൻ്റെ ഒക്കെ പ്രസിഡന്റും ഭാരവാഹിയൊക്കെ ആണ്. പക്ഷേ നമ്മൾ വന്നിട്ട് ഒരു 1.25 മാസമായിട്ടുള്ളൂ. ശ്രദ്ധയിൽ ഇപ്പോൾ പെട്ടിട്ടില്ല. ഇനിയുണ്ട്. ശ്രദ്ധയിൽ പെട്ടാൽ അപ്പോൾ ഞാൻ അറിയിക്കാം.